അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി ഇഖ്ലാബ്, നാലാമത്തെ ഒരു നിയമമാണ് ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മറിച്ച് മണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ, ഇവിടെ ഒരക്ഷരം മാത്രമേ ഉള്ളൂ, ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ ആണ്. അപ്പോൾ തൻവീനിന് ശേഷം അല്ലെങ്കിൽ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നാൽ ആ തൻവീനിനെ അല്ലെങ്കിൽ നൂനാണെങ്കിൽ നൂനിനെ അതിനെ മറിച്ച് നമ്മൾ മീമാക്കി പറയണം. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. എന്നിട്ടൊരു മണിക്കലും കൊടുക്കുക, എന്നിട്ടാണ് ഓതേണ്ടത്. ഉദാഹരണം, അംബിയാ അല്ലാഹ്, അംബിയാ അല്ലാഹ്. അവിടെ എഴുത്തിൽ നമുക്ക് കാണുക അൻബിയാ എന്നാണ് കാണുക. പക്ഷെ ആ നൂനിൻ്റെ മുകളിൽ, സുക്കൂനുള്ള നൂനിൻ്റെ മുകളിൽ ഒരു ചെറിയ മീം, ഇങ്ങനെ വാല് താഴോട്ടായിട്ടുള്ള ഒരു മീം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വാല് താഴോട്ടായിട്ടുള്ള മീം നമ്മൾ ഖുർആനിൽ കാണുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇഖ്ലാബ് എന്നുള്ള നിയമത്തെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഓതേണ്ടത് എന്ന്. അപ്പോൾ ആ നൂനിനെ നമ്മൾ നൂനായിട്ട് പറയേണ്ടതില്ല, മറിച്ച് ആ നൂനിനെ ചേഞ്ച് ആക്കിയിട്ട് മീമിൻ്റെ സൗണ്ടിലേക്ക് നമ്മൾ മാറ്റണം. അൻ എന്നല്ല, പിന്നെ അംബിയാ അല്ലാഹ്, അങ്ങനെയാണ് ഓതേണ്ടത്. അതുപോലെ തൻവീനിന് ശേഷം ബാ വരുന്ന ഒരു ഉദാഹരണം, സമീഉം ബസീർ. സമീഉൻ എന്നാണ് നമുക്ക് കാണുക. ഐനിൻ്റെ മുകളിൽ ഡബിൾ ലൊമ്മ്, തൻവീൻ ലൊമ്മ് നമുക്ക് കാണാൻ പറ്റും. ശേഷം ബാ വന്നു, അതുകൊണ്ട് ആ തൻവീനിനെ നമ്മൾ ബായിലേക്ക്, ആ തൻവീനിനെ നമ്മൾ മീമാക്കി മറിക്കണം. അപ്പോൾ ആ തൻവീനിൻ്റെ മുകളിലും നമുക്കൊരു മീം, ഇങ്ങനെ വാല് താഴോട്ടായിട്ടുള്ള മീം കാണാൻ പറ്റും. സമീഉം ബസീർ, സമീഉൻ ബസീർ. അങ്ങനെ തൻവീനിനെ ക്ലിയർ ആയിട്ട് പറയാൻ പാടില്ല. സമീഉം ബസീർ, ഇങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇൽഹാർ, ഇൽഹാറിന് 6 അക്ഷരങ്ങളാണുള്ളത്. ശേഷം പറഞ്ഞ ഇദ്ഗാമുൻ ബി ഉന്നക്ക് 4 അക്ഷരങ്ങളാണുള്ളത്. അതിനുശേഷം പറഞ്ഞ ഇദ്ഗാമുൻ ബിലാ ഉന്നക്ക് 2 അക്ഷരങ്ങളാണുള്ളത്. അതിനുശേഷം പറഞ്ഞ ഇഖ്ലാബിന് 1 അക്ഷരമാണുള്ളത്. ഈ അക്ഷരങ്ങളെല്ലാം കൂടിയപ്പോൾ ആകെ 13 അക്ഷരങ്ങളായി. ഇനി നമ്മുടെ അറബി അക്ഷരമാലയിൽ ബാക്കിയുള്ളത് 15 അക്ഷരങ്ങളാണ്. ഈ പറയപ്പെട്ടതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ വന്നാലും അവിടെ നമ്മൾ പാലിക്കേണ്ട നിയമം ഇഖ്ഫാ ആണ്. അതാണ് നമ്മുടെ അവസാനത്തെ നിയമം, ഇഖ്ഫാ. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറയാത്ത ബാക്കിയുള്ള ഏത് അക്ഷരങ്ങൾ വന്നാലും അവിടെയൊക്കെ നമ്മൾ മറച്ച് മണിച്ച് ഓതണം. ഉദാഹരണം, ഫഅൻത ലഹു തസദ്ദാ. ഫഅൻത, സാക്കിനായ നൂനിന് ശേഷം താ വന്നു. താ നമ്മൾ നേരത്തെ പറയാത്തൊരക്ഷരമാണ്. അപ്പോൾ താ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ആ സമയത്ത് നമ്മൾ ഈ നൂനിനെ മറച്ച് ഒന്ന് ഹൈഡ് ചെയ്യുക. ഫഅൻത, നേരത്തെ നമ്മൾ ഇൽഹാറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, അൻ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ക്ലിയറായി അൻ എന്ന് പറയാതെ ആ നൂനിൻ്റെ സൗണ്ടിനെ ഒന്ന് ഹൈഡ് ചെയ്യുക. ഫഅൻത ലഹു തസദ്ദാ. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഇനി ബാക്കിയുള്ള 15 ഏതക്ഷരം വന്നാലും അവിടെ നമ്മൾ ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞത്, ഫഅൻത ലഹു തസദ്ദാ. ഇനി തൻവീനിന് ശേഷം വരുന്ന ഒരു ഉദാഹരണം പറയാം, ഖിബ്ലതൻ തർളാഹ. ഖിബ്ലതൻ തൻവീനാണ്, തൻവീൻ ഫതഹാണ്. ശേഷം താ. അപ്പോൾ ആ തൻവീനിൻ്റെ സൗണ്ടിനൊന്ന് ഹൈഡ് ചെയ്യുക, എന്നിട്ട് മണിക്കുക. ഖിബ്ലതൻ തർളാഹ, ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ആകെ നിയമങ്ങൾ 5 ആണ്. 1 ഇൽഹാർ, 2 ഇദ്ഗാമുൻ ബി ഉന്ന, 3 ഇദ്ഗാമുൻ ബിലാ ഉന്ന, 4 ഇഖ്ലാബ്, 5 ഇഖ്ഫാ. ഇത് ഓരോന്ന് നമ്മൾ ഉദാഹരണ സഹിതം വിശദമായി പറഞ്ഞു. ഇനി ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല രൂപത്തിൽ തജ്വീദിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഖബറിലും മഹ്ശറയിലുമൊക്കെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.